പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി. 2019 ഒക്ടോബർ 12 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിലെ ആദ്യത്തെ നിയോഗം എൻ്റെ മകള് ദിയയാണ്. അവൾ അന്ന് MBBSന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അവളുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി രാജസ്ഥാനിൽ കോച്ചിങ്ങിന് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പരീക്ഷകളിലും നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇത്രയും ദൂരത്ത് നിന്ന് ഓരോ പ്രാവശ്യവും പറയുമ്പോൾ അവസാനം ഈ അമ്മയെക്കുറിച്ച് അറിയുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് എന്തായിരുന്നാലും കൃപാസനത്തിൽ പോകണം, അവിടുന്ന് ഉടമ്പടി എടുക്കണമെങ്കിലേ നമ്മുടെ കൊച്ചിന് മുന്നോട്ട് നല്ല ഒരു വിജയം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ 2019 ഒക്ടോബർ 12 വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ കൊല്ലത്തെ അതിനുശേഷം 2020 മാർച്ച് വരെയുള്ള എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ഓരോ ഉടമ്പടി നൊവേനയ്ക്കും ഞങ്ങൾ വന്ന് കൂടുമായിരുന്നു. 2020 ലോക്ക്ഡൗൺ, മാർച്ചോടുകൂടി ലോക്ക്ഡൗൺ ആയി. അത് കഴിഞ്ഞ് 2020 സെപ്റ്റംബറിൽ ആദ്യമായിട്ട് നീറ്റ് എക്സാം എഴുതിയപ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. ആകെ ഒരു വല്ലാത്ത വിഷമം നന്നായിട്ട് മനസ്സിൽ കയറിയെങ്കിലും ശക്തമായിട്ട് ജപമാല ചൊല്ലുക, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന എല്ലാ ധ്യാനങ്ങളും കൂടുമായിരുന്നു. അച്ഛൻ്റെ ഒരു വാചകം എന്നെ വല്ലാതെ മനസ്സിൽ സ്പർശിച്ചു. പരിശുദ്ധ അമ്മ തരുകയാണെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. അത്രയൊരു ധൈര്യത്തോടു കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് അച്ഛൻ എപ്പോഴും പറയുന്ന ആ ഒരു വാചകം മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ജപമാലയിൽ ശക്തമായിട്ട് മുറുകെ പിടിച്ചു. എത്ര ജപമാല ചൊല്ലിയെന്നുള്ളതിന് മാതാവിനറിയാം. അങ്ങനെ ആ മാതാവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് ഇതുവരെ എത്തി. ഈ പ്രാവശ്യം 2021 സെപ്റ്റംബർ 12 എഴുതിയ നീറ്റ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടുകയും ഓൾ ഇന്ത്യ റാങ്കിൽ 14,008 റാങ്ക് നേടാൻ ഇവൾക്ക് സാധിക്കുകയും ചെയ്തു. ഞാൻ തീർത്തും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ അവളെ അതിനുവേണ്ടി ഒരുക്കുകയായിരുന്നു ഒരു വർഷമെന്ന്. ഈ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ തീവ്രമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചിന് അച്ഛനെ ഒന്ന് കാണാനായിട്ട് പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു ഓഗസ്റ്റ് 31. അന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എങ്കിലും അന്നത്തെ ആ ഒരു ഉടമ്പടി നൊവേനയിൽ അച്ഛൻ്റെ പ്രധാനപ്പെട്ട 2 വ്യക്തികളെ പോലെ ഞങ്ങളെ പരിഗണിക്കുകയും അന്ന് ഇവിടെ നടന്ന വിശുദ്ധ കുർബാനയിലും നൊവേന പ്രാർത്ഥനയിലും എല്ലാം, ഉടമ്പടി നൊവേനയിലും എല്ലാം സജീവമായിട്ട് പങ്കെടുക്കാനും അച്ഛനെ കാണാനും അച്ഛൻ്റെ അനുഗ്രഹം കിട്ടാനും ഇവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാനും ഒക്കെ അമ്മ വഴിയൊരുക്കി. അച്ഛനൊരു കാശ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് തന്നു. ആ കാശ് കൊണ്ട് പ്രാർത്ഥിച്ച് അവൾ പരീക്ഷ എഴുതി. ആ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് ഇന്ന് ഇവളെ ഈ വിജയത്തിലേക്ക് എത്തിച്ചെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് ഇവൾക്ക് കന്യാകുമാരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് വന്നു. ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന വഴിയിലാണിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസന അമ്മയുടെ അടുത്ത് കയറി അമ്മയുടെ ഈ സാക്ഷ്യം ഒട്ടും വൈകാതെ പറയണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്. ഏറ്റവും വലിയൊരു ആഗ്രഹം അമ്മ സാധിച്ചു തന്നു. അതിനു വേണ്ടിയിട്ട് അമ്മ ഞങ്ങളെ ഒരുക്കി. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി. രണ്ടാമത്തെ നിയോഗമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് ഒരു സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു. 10-15 വർഷത്തോളമായി സ്ഥലം എടുത്തതെങ്കിലും എത്തിപ്പെടാനുള്ള ഒരു വിഷമവും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഓർത്തൊന്ന് വിൽക്കാൻ സാധിക്കണേ. ഒത്തിരി അധ്വാനിച്ചതായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാതെ, നഷ്ടത്തിൽ വിൽക്കാതെ അമ്മ ഇത്തിരി നല്ല വില കിട്ടി വിൽക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കാനും ആ പൈസയെല്ലാം അതും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. എഗ്രിമെൻ്റ് ആയത് മാറിപ്പോകാതെ സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചു തന്നു.
ആ സ്ഥലം വിൽക്കാൻ, നല്ല വിലയ്ക്ക് വിൽക്കാൻ തന്നെ സാധിച്ചു. മൂന്നാമതായിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഒരു വലിയ മൺതിട്ടയുണ്ട്. 2018-ലും 2019-ലും പെയ്ത ആ പ്രളയകാലത്ത് ആ മൺതിട്ട ഇടിഞ്ഞ് അടിഭാഗത്തൂടെയെല്ലാം ധാരാളം ഉറവകൾ വരികയായിരുന്നു. അങ്ങനെ ആ മൺതിട്ട അങ്ങനെ തന്നെ ഇടിഞ്ഞ് പുറകിലുണ്ടായിരുന്ന ഷീറ്റിലേക്കെല്ലാം വീണ് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ഈ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നത്, വലിയ മല ഇടിഞ്ഞു വീഴുന്ന പോലെ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമാണെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യമാണ്, ആദ്യത്തെ പ്രാവശ്യം മക്കളാണ് കണ്ടത് ഇതിങ്ങനെ ഇടിഞ്ഞു വീഴുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമുക്ക് അന്തം വിട്ട് നിൽക്കുന്ന ആ സമയത്ത് മാതാവിനെ മാത്രമേ വിളിക്കാൻ നമുക്ക് അന്നേരം തോന്നുന്നുള്ളൂ. ആ ഉടമ്പടി വെച്ചതിന് ശേഷം അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, അമ്മ ഇത്രയും ഭയാനകമായൊരു കാര്യം വീടിൻ്റെ പുറകിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അമ്മയ്ക്ക് സാധിക്കും. ഈശോയോട് പറഞ്ഞാൽ ഈ ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഈ വീടിന് ചുറ്റും ഞാൻ ജപമാല ചൊല്ലി നടക്കും. ഇന്ന് വരെ മുടക്കിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം 2019 ആ ഉടമ്പടി എടുത്തതിന് ശേഷം മഴയൊക്കെ പെയ്തു. പക്ഷെ ഉറവ അടിയിൽ കൂടി ആ വരുന്ന ഉറവയെല്ലാം മാതാവ് നിർത്തി കളഞ്ഞു, പിന്നീട് ഇടിഞ്ഞിട്ടില്ല. നാലാമതായിട്ട് വെച്ചത് എൻ്റെ മോൻ CBSE സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവന് CBSEയിലുള്ള കുറേ പരീക്ഷകളിൽ നമുക്ക് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറണമെങ്കിൽ കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മാറുമ്പോൾ 90 നിന്നാണ് കുട്ടിയെ മാറ്റുന്നത്. അപ്പോൾ അവന് പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള ഒരു കാര്യവും 9-ലായതുകൊണ്ട് കിട്ടില്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എന്നാൽ പോലും അവന് ഫുൾ A+ കിട്ടണം, അങ്ങനെയുള്ളൊരു വലിയ ആഗ്രഹം നമ്മുടെ കഴിവുകൊണ്ട് മാത്രം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാനത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു. അവന് ഫുൾ A+ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ഫുൾ A+ തന്ന അമ്മ അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, നല്ലൊരു സ്കൂളിൽ, അടുത്തൊരു നല്ല സ്കൂളുണ്ട്, പക്ഷേ ഇപ്രാവശ്യത്തെ റിസൾട്ട് എല്ലാവർക്കും ഫുൾ A+ ധാരാളം കിട്ടിയത് കൊണ്ട് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷേ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. ഈ 31-ാം തീയതി വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കിയപ്പോൾ അതിലൊരു നിയോഗമായിട്ട് എഴുതിയിരുന്നു. വളരെ അത്ഭുതകരമായിട്ട്, വളരെ തിരഞ്ഞെടുക്കപ്പെട്ട് എന്ന് വേണം, അവന് ആ പറഞ്ഞ നല്ല സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരില്ല. മനസ്സ് വിഷമിക്കുമ്പോഴും ശരീരത്തിലെ നൊമ്പരങ്ങളും വേദനകളും ഉണ്ടാകുമ്പോഴും എല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡായിരുന്നു. അതൊക്കെ അമ്മയുടെ ഒരു പരിപാലനയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ 5 പേരാണ്, 5 പേർക്കും കോവിഡ് വന്നു. ഈ 26-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നപ്പോഴത്തേക്കും എല്ലാം സുഖമായിട്ട് മാറുകയും ഇന്ന് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് നാളെ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ പാകത്തിന് എല്ലാം അമ്മ ക്രമീകരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയുടെ ഈ അൾത്താരയിൽ വന്നിട്ട് സാക്ഷ്യം പറയാന്നുള്ളത്. പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചാൽ ഈ അമ്മ ഒരിക്കലും കൈവിടില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അത്രമേൽ അനുഗ്രഹപ്രധാനിയായിട്ടുള്ള അമ്മയ്ക്ക് 1000 നന്ദി. ഈശോയ്ക്ക്, തിരുക്കുമാരന് 1000 നന്ദി.